നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിന് അയച്ച കത്ത് നിഷേധിക്കുവാൻ ആഭ്യന്തരമന്ത്രി തയ്യാറുണ്ടോ എന്ന് VS. സംസ്ഥാന നേതൃത്വത്തിനെതിരെ PEBക്ക് അയച്ച കത്തിൽ VS ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചെന്നിത്തലയുടെ മറുചോദ്യം. രാജ്യത്തെ ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷ ഈ വർഷം തന്നെ നടത്തുവാൻ സുപ്രീം കോടതി അനുമതി. സംസ്ഥാനത്ത് നടന്ന പ്രവേശന പരീക്ഷ അസാധുവായേക്കും. ഉപരിപഠനത്തിന് അർഹരായ 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനം അനിശ്ചിതത്വത്തിൽ. വൻ ജലദൗർലഭ്യതയ്ക്ക് നടുവിൽ കിട്ടാക്കനിയായ കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഹൈക്കമാൻഡിന് കത്തയച്ചത് നിഷേധിക്കുവാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കത്തയച്ചത് ചെന്നിത്തല അല്ലെങ്കിൽ ആരാണെന്ന് അന്വേഷിക്കുവാൻ തയ്യാറാകണം. അതിനുള്ള സംവിധാനം ആഭ്യന്തരമന്ത്രിയുടെ പക്കൽ ഉണ്ടല്ലോ എന്നും VS ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ചുവെന്ന് പറയുന്ന കത്ത് തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് കത്തിലൂടെ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2015 സംസ്ഥാന CPM നേതൃത്വത്തിനെതിരെ VS പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്താണ് ചെന്നിത്തല പുറത്തുവിട്ടത്. സംസ്ഥാന നേതൃത്വത്തിന് എതിരെ നൽകിയ കത്തിൽ VS ഉറച്ചു നിൽക്കുന്നുണ്ടോ? TP കേസിലെ പ്രതികളെ രക്ഷിക്കുവാൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നതായി VS കത്തിൽ പറയുന്നുണ്ട്. LDF ഘടകകക്ഷികൾ വിട്ടുപോകുവാൻ കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടാണെന്നും VS പറയുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഭരണം നഷ്ടപ്പെട്ടാൽ UDFിലെ എല്ലാവർക്കുമാണ് ഉത്തരവാദിത്തമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണി. പരാജയത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കില്ല. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്നുള്ളത് ഈവന്റ് മാനേജ്മെന്റിന്റെ മാത്രം സൃഷ്ടിയാണ്. ആർക്കും തന്നോട് വിരോധമില്ല. പാലായിലെ കോൺഗ്രസുകാരെല്ലാം തന്റെ സ്നേഹിതരാണ്. മണ്ഡലത്തിൽ തനിക്ക് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും കോട്ടയം പ്രസ് ക്ലബ്ബിൽ KM മാണി പറഞ്ഞു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് ഈ വർഷം തന്നെ നടത്തുവാൻ സുപ്രീം കോടതി അനുമതി. 2 ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടത്തുക. ഓഗസ്റ്റ് 17 ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഇതോടെ കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷ അസാധുവാകും. ഉത്തരവ് സ്വയംഭരണ, ഡീംഡ് സർവകലാശാല, ന്യൂനപക്ഷ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. ജസ്റ്റിസ് അനിൽ R ധവെ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർണായക വിധി. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷയിൽ മെയ് 1 AIPMT നീറ്റിന്റെ ആദ്യഘട്ടമായി നടക്കും. ജൂലൈ 24 2ാം ഘട്ട പരീക്ഷ. അഖിലേന്ത്യാ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്ക് ഒഴിച്ചുള്ള മറ്റു മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ പരീക്ഷ നടക്കുന്നത്. കേന്ദ്ര സർക്കാരും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഇതിനോട് യോജിച്ചിരുന്നു. കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് അവയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തി കോടതി വിധി വരുന്നത്. സങ്കല്പ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന NGO നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ഉപരിപഠനത്തിന് അർഹരായ 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കില്ല. കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സീറ്റുകൾ ഇല്ലാത്തതാണ് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആവശ്യത്തിന് സീറ്റുകൾ ഇല്ലാത്തതുമൂലം ഇത്തവണ 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കില്ല.
പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കുന്നതിനും സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സർക്കാർ അധികാരത്തിൽ വരണം. ഇത്തവണ 4,57,654 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹരായത്. ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം 3,49,230 ആണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകൾ 27,500, അതായത് 80,924 സീറ്റുകളുടെ കുറവ്. സേ പരീക്ഷയുടെ ഫലം കൂടി പുറത്തുവരുമ്പോൾ ഈ സംഖ്യ മാറും. CBSE, ICSE പരീക്ഷാഫലം വരാനുണ്ട്. CBSE 10ാം ക്ലാസ് വിജയിക്കുന്ന ഭൂരിഭാഗവും +2-ന് സംസ്ഥാന സിലബസിലോട്ട് മാറുകയാണ് പതിവ്. ICSE-കാരിൽ കുറച്ചുപേരും സംസ്ഥാന സിലബസിനെ ആശ്രയിക്കും. കഴിഞ്ഞ വർഷം CBSE-യിൽ നിന്ന് 45,000 പേരും ICSE-യിൽ നിന്ന് 1,800 പേരും സംസ്ഥാന സിലബസിലോട്ട് വന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 9,000 പേർ ഇവിടെ പ്രവേശനം നേടി. കഴിഞ്ഞ കൊല്ലം 20% സീറ്റ് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. എന്നിട്ടും ഓപ്പൺ സ്കൂളിൽ ചേർന്നത് 90,000 കുട്ടികളാണ്. +2-ന് പഠിക്കാൻ വിദ്യാർത്ഥികൾ ആദ്യം തെരഞ്ഞെടുക്കുന്നത് മികച്ച നിലവാരമുള്ള സർക്കാർ സ്കൂളുകളായിരിക്കും. കിട്ടിയില്ലെങ്കിൽ മെച്ചപ്പെട്ട ഫലം ഉണ്ടാകുന്ന എയ്ഡഡ് സ്കൂളിന് മുൻഗണന നൽകും. ഇത് രണ്ടും ലഭിച്ചില്ലെങ്കിലേ മറ്റ് സ്കൂളുകളെ ആശ്രയിക്കൂ. പഠനാന്തരീക്ഷം മോശമായ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ അയക്കാൻ രക്ഷിതാക്കൾ മടിക്കും. അവിടെ സീറ്റുണ്ടെങ്കിലും അഡ്മിഷൻ എടുക്കാതെ ഓപ്പൺ സ്കൂളിൽ ചേർക്കും. 26,000 സീറ്റുകൾ കഴിഞ്ഞ കൊല്ലം ഒഴിഞ്ഞുകിടന്നു. ഇതിൽ കൂടുതലും എയ്ഡഡ് മേഖലയിലാണ്. എല്ലാ ഗവൺമെന്റ് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയായി ഉയർത്താൻ സർക്കാർ നയമായി അംഗീകരിച്ചിരുന്നു. എന്നാൽ നടപ്പായില്ല. എയ്ഡഡ് സ്കൂളുകൾക്ക് കൂടുതൽ +2 അനുവദിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് താൽപര്യം കാട്ടിയത്. സിറ്റി ന്യൂസ്, റാന്നി. SSLC പരീക്ഷയിൽ തുടർച്ചയായി 4ാം തവണയും 100% വിജയം കൈവരിച്ച റാന്നി സെന്റ് തോമസ് ഹൈസ്കൂൾ അഭിനന്ദനത്തിന് അർഹരായി. സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികളെ അഭിനന്ദനം അറിയിച്ചു. റാന്നി പുല്ലൂപ്പുറം PC ഹൈസ്കൂൾ തുടർച്ചയായി 5ാം തവണയും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയയെ അധ്യാപകർ അഭിനന്ദിച്ചു. കുന്നം മാർത്തോമ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർച്ചയായി 2ാം വർഷവും 100% വിജയം. 65 പേരാണ് പരീക്ഷയെ അഭിമുഖീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. ചൂട് വളരെ കൂടുതലുള്ള സമയങ്ങളിൽ ജോലി സമയം ക്രമപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ പോലും ജോലിയിൽ ഏർപ്പെടാതിരിക്കാൻ പറ്റാത്ത കരാർ പണിക്കാർ. കൊടിയ ചൂടിനെ ചെറുക്കുവാൻ പ്രകൃതിയേകുന്ന തണൽ ധാരാളം മതിയെന്നും ഇവർ. വഴിയോരങ്ങളിലെ തണൽ മരങ്ങളാണ് ഇത്തരക്കാർക്ക് ആശ്വാസമാകുന്നത്. മണിമല സബ്സ്റ്റേഷനിൽ നിന്നും റാന്നി മന്ദിരം സബ്സ്റ്റേഷനിലേക്ക് 33 kV ലൈൻ വലിക്കുന്നതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായുള്ള കരാർ തൊഴിലാളികളാണിത്. എല്ലാവരും തെങ്കാശി സ്വദേശികൾ. വൈദ്യുതി പോസ്റ്റുകൾ നാട്ടുന്നതിനാവശ്യമായ കുഴികൾ എടുക്കലാണ് നിലവിൽ ഇവർ ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ജോലി സമയം. പകൽച്ചൂട് ക്രമാതീതമായി കൂടുന്നതിനാൽ 11 മണി മുതൽ 3 മണി വരെ പുറം ജോലി ഒഴിവാക്കണം എന്ന അധികൃതരുടെ നിർദ്ദേശമൊന്നും ഇവർക്ക് ബാധകമല്ല. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ വ്യാഴാഴ്ച തണൽ മരങ്ങൾക്ക് താഴെയായിരുന്നു ഇവരുടെ ജോലി. ഇത് ഈ തൊഴിലാളികൾക്ക് അല്പം ആശ്വാസമായി. ഇപ്പോൾ ഇവിടെ തണുപ്പുണ്ട്. അങ്ങോട്ട് പോனால் பயங்கர சூடாகிட்டு இருக்கும். அப்போ അവിടെ பணியெடுக்கிறது பயங்கர பாடாகிட்டு இருக்கும். அப்போ வெயில் டைங்களில் என்ன பண்ணுறது, தண்ணி கொஞ்சம் அதிகமாக குடிக்கணும். இல்லைன்னா பனி எடுக்கிறது கொஞ்சம் பாடு தான். இந்த வெயில் சூடு அடிக்குது, பயங்கர வெயில். வெயில் ஒரு 6 மாதம் வெயில் அடிக்கும். அதுக்கடுத்து மழை பெய்யும். கொஞ்சம் வெயில் மழை உடம்பு நல்லாயிருக்கும். வெக்கம் இருக்காது. இப்போ வெக்கு பயங்கரமாக இருக்குது. வெக்கு சூடு பயங்கரமாக இருக்குது. 1 மணிக்கு சாப்பிட்டேன், ஒரு நேரம் வேஸ்ட்டு. ஆனால் 2 மணிக்கு சாப்பாடுக்கு முடிஞ்சு வேலைக்கு வருவோம். നമ്മൾ എങ്ങനെ ജോലി ചെയ്താൽ അത് തന്നെ. രാവിലെ എത്ര മണിക്ക് വരണം അത്ര മണിക്ക് അത് പറയില്ല. ആവറേജ് ഒരു കുളി എടുത്താൽ എപ്പോഴും എളുപ്പം പോകാം. നമ്മൾ കാണ്ടായിട്ട് പോലെ ഒരു കുളി എടുക്കണം. ഒരു കുളി. വൈദ്യുതി പോസ്റ്റിനായി 2 മീറ്റർ ആഴത്തിലും 3.5 മീറ്റർ വീതിയിലുമാണ് ഇവർ കുഴി വെട്ടുന്നത്. തെങ്കാശിയിൽ നിന്നുള്ള 25 പേരാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത്. മന്ദിരം സബ്സ്റ്റേഷനിൽ തന്നെയാണ് ഇവരുടെ താമസവും.
എവിടെയാണോ പണി നടക്കുന്നത് അതിന് സമീപത്തുള്ള വീടുകളിൽ നിന്നാണ് കുടിക്കാനുള്ള വെള്ളവും ശേഖരിക്കുന്നത്. കനത്ത ചൂടിൽ നിന്നും മരങ്ങളുടെ തണൽ ഇന്ന് കാത്തു. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ തണലിൽ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖത്തിൽ കൂടിയാണ് ഈ തൊഴിലാളികൾ. സിറ്റി ന്യൂസ് റാന്നി. കോസ്മോസ് ക്ലബിന്റെ പ്രഥമ പ്രൈസ് മണി ടൂർണമെന്റിന്റെ രണ്ടാം സെമി ഫൈനൽ വെള്ളിയാഴ്ച നടക്കും. കോസ്മോസ് റാന്നി തിരുവല്ല നാസ്കോയെ നേരിടും. റാന്നി ഉദിമൂട് വലിയ കലുങ്കിൽ വലിയ തോടിന് സമീപം കൽക്കെട്ട് നിർമ്മിച്ചതിനെ തുടർന്ന് സമീപത്തെ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞതായി പരാതി. വിധവകളായ വൃദ്ധയും മകളും താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയാണ് ഇല്ലാതായത്. റാന്നി ഉദിമൂട് വലിയ കലിങ്കിന് സമീപം വാളിപ്ലാക്കൽ പാടശേഖരത്തോട് ചേർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കൽക്കെട്ട് നിർമ്മിച്ചത്. വലിയ തോട്ടിൽ നിന്നുള്ള വെള്ളം പാടശേഖരത്തിലേക്ക് കവിഞ്ഞൊഴുകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനായി തോടിനോട് ചേർന്ന് നിലവിലുണ്ടായിരുന്ന റോഡിൽ നിന്നും 5 അടിയോളം ആഴത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിരുന്നു. ഇതിനെ തുടർന്നാണ് തോടിന് സമീപത്തെ പുരയിടത്തിൽ താമസിക്കുന്ന ലാഹേൽ വീട്ടിൽ ജെസ്സി സാമുവേലിന്റെ വീട്ടിലേക്കുള്ള വഴി ഇല്ലാതായത്. ജെസ്സിയും വൃദ്ധയായ മാതാവും മാത്രമാണ് ഈ വീട്ടിൽ താമസം. തോട് കുറുകെ കടന്നു വേണം വീട്ടിലോട്ട് പോകാൻ. നേരത്തെ തോടും റോഡും സമാന്തരമായിരുന്നു. ഇപ്പോൾ റോഡിന്റെ സ്ഥാനത്ത് തോടിനേക്കാൾ വലിയ കുഴിയാണ്. വൃദ്ധയായ അമ്മയ്ക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇതുവഴി കഴിയില്ലെന്ന് ജെസ്സി പറഞ്ഞു. കൽക്കെട്ടിനോട് ചേർന്ന് മണ്ണിട്ട് റോഡ് നികത്തണമെന്നാണ് വിധവകളായ ഈ വൃദ്ധയുടെയും മകളുടെയും ആവശ്യം. എന്നാൽ കൽക്കെട്ട് നിർമ്മാണത്തിന് സർക്കാർ ഫണ്ട് ഉള്ളുവെന്നും മണ്ണിട്ട് നികത്താൻ ഫണ്ട് അനുവദനീയമല്ല എന്നുമാണ് അധികൃതരുടെ മറുപടി. സിറ്റി ന്യൂസ് റാന്നി. പുല്ലുപ്രം PC ഹൈസ്കൂളിലെ 100% വിജയത്തിന് അർഹരായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും അനുമോദിക്കുന്നതിന് മെയ് 5 രാവിലെ 10 സ്കൂളിൽ പൊതുസമ്മേളനം നടക്കും. സ്കൂളിലെ ടാലന്റ് സെർച്ച് പ്രോഗ്രാം മെയ് 2 മുതൽ 5 വരെയുള്ള തീയതികളിൽ നടക്കും. വിവിധ വിഷയങ്ങളിൽ പരിശീലനമുണ്ടായിരിക്കും. കൃഷി, ചിത്രകല, പ്രസംഗകല, കമ്പ്യൂട്ടർ, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് എന്നീ രംഗത്ത് പ്രഗത്ഭരായവർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. രജിസ്ട്രേഷന് സ്കൂൾ ഓഫീസുമായി നേരിൽ ബന്ധപ്പെടുക. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി ചെത്തോങ്കരയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ജലം പാഴാകുന്നത്. റാന്നി മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് നിത്യസംഭവമാകുന്നു. കടുത്ത വേനലിൽ ഒരിറ്റുവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുന്നത്. റാന്നി ചെത്തോങ്കരയിലാണ് ഏറ്റവും ഒടുവിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. റാന്നി മേജർ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പിലാണ് ചോർച്ച. പഴവങ്ങാടി പഞ്ചായത്തിലെ മന്നമരുതി, പൂഴിക്കുന്ന്, ചെല്ലക്കാട് മേഖലകളിലേക്കുള്ള പൈപ്പാണിത്. പലപ്പോഴും ചോർച്ച തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അറ്റകുറ്റപ്പണി ആരംഭിക്കുക. പൈപ്പ് പൊട്ടി ഒഴുകുന്ന വെള്ളം നേരെ വലിയ തോട്ടിൽ പതിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. കേരളത്തിൽ 5 ദിവസത്തിനുള്ളിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മെയ് 5 ശേഷം ശക്തമായ മഴയെന്ന് റിപ്പോർട്ട്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മാലിദ്വീപിന് മുകളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. മെയ് 5 ശേഷം ശക്തമായ മഴയുണ്ടാകും. മഴ പെയ്യുന്നതോടെ ചൂടിൽ 2 ഡിഗ്രി കുറവുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം മഴയെത്തുന്നതിന് മുൻപായി കേരളത്തിൽ കൊടും ചൂട് ഉണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പകൽ താപനില ഇനിയും ഉയർന്നേക്കാം. ഒപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊടും ചൂടിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് മെയ് 23 രാവിലെ 10:30 തിരുവല്ല YMCA ഹാളിൽ നടക്കും.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അഖില മലങ്കര ബാലസമാജം ദക്ഷിണ മേഖലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഏപ്രിൽ 30-ന് നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ കാട്ടൂർ സെന്റ് മേരീസ് വലിയ പള്ളിയിൽ നടക്കും. അഖില മലങ്കര ബാലസമാജം പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് JB കോശി മെയ് 6, 25 തീയതികളിൽ പത്തനംതിട്ട ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലും 17-ന് തിരുവല്ല ബാർ അസോസിയേഷൻ ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിന് അയച്ച കത്ത് നിഷേധിക്കുവാൻ ആഭ്യന്തരമന്ത്രി തയ്യാറുണ്ടോ എന്ന് VS. സംസ്ഥാന നേതൃത്വത്തിനെതിരെ PEBക്ക് അയച്ച കത്തിൽ VS ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചെന്നിത്തലയുടെ മറുചോദ്യം. രാജ്യത്തെ ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷ ഈ വർഷം തന്നെ നടത്തുവാൻ സുപ്രീം കോടതി അനുമതി. സംസ്ഥാനത്ത് നടന്ന പ്രവേശന പരീക്ഷ അസാധുവായേക്കും. ഉപരിപഠനത്തിന് അർഹരായ 1,00,000-ലേറെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനം അനിശ്ചിതത്വത്തിൽ. വൻ ജലദൗർലഭ്യതയ്ക്ക് നടുവിൽ കിട്ടാക്കനിയായ കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെന്ന് റിപ്പോർട്ട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.